അതായത് ഈ ഹേമ കമ്മിറ്റി ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ 2012 തന്നെ ഇത് പ്രതികരിച്ചതാണ്. അപ്പോൾ കലാകൗമുദിയിൽ നിന്നും അവർ വന്നിരുന്നു, ഇന്റർവ്യൂ ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്തതാണ്. അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള ഫിലിം ഇൻഡസ്ട്രി വിടുന്നുള്ള ഒരു വന്നതാണ്. ആരും അതിനെപ്പറ്റി ഒന്നും അനങ്ങിയിട്ടില്ല അന്നൊന്നും. അപ്പം ഞാൻ പിന്നെ ഈ ഒരു വിഷമം കണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇവിടെ ചെന്നൈയിലോട്ട് പോയായിരുന്നു. ഈ രേവതി സമ്പത്ത് സമാനമായ ഒരു കാര്യമാണ് പറഞ്ഞത്. നേരത്തെ ഇത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു, പക്ഷെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിനൊക്കെ ഇരയാവേണ്ടി വന്നു. അതുകൊണ്ട് അത് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി. പക്ഷെ ഇപ്പൊ വീണ്ടും അത് അതേ ഒരു മാനസികാവസ്ഥയാണ്. ഞാനും ഇപ്പോഴാണ് ഇപ്പോൾ ആ കൊച്ചിനെ ഒക്കെ അറിയുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടി കരഞ്ഞ് പറയുന്ന കേട്ടപ്പോൾ എൻ്റെ മോള് കരഞ്ഞ് സംസാരിക്കുന്ന പോലെ. കാരണം ഒരുപാട് നല്ല ടാലൻസ് ഉള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല. കാരണം എന്താ അവർ കയറി വരാൻ പറ്റാത്തത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഐ എം ആൾസോ എക്സ്പീരിയൻസ്ഡ്. എനിക്കും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ ശരിക്കും വാച്ച് ചെയ്യുന്നത് എവിടത്തോളം പോകാം, എത്രത്തോളം എല്ലാവരും പറയട്ടെ ആർക്കൊക്കെ ദുരനുഭവങ്ങളുണ്ടായി എന്ന് കാണാം. ഞാൻ വാച്ച് ചെയ്യായിരുന്നു. അപ്പം ഇന്നലെ ഒരു പെട്ടെന്നൊരു ദേഷ്യമായിട്ട് എനിക്ക് ഉണ്ടാകാൻ കാരണം തന്നെ മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് കേട്ടു. അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം പൊളിറ്റീഷ്യൻസ് ഉണ്ട്, എതിർ പാർട്ടിയുടെ. അന്നേരം എനിക്ക് തോന്നി ആഹാ ഇങ്ങനെയല്ല ഇത്രയെല്ലാം ചേർത്ത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. അപ്പം പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷം മലയാള ഫിലിം ഇൻഡസ്ട്രി തന്നെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ. തീർച്ചയായിട്ടും. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മുകേഷ്. അതെ. പലരും എനിക്ക് പല സന്ദർഭങ്ങളിലാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടായത്. ഒറ്റയടിക്കല്ല. അപ്പം കൂടുതലും ലൊക്കേഷൻ വെച്ച് തന്നെയാണ്. അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇട വരുന്നില്ല. അപ്പം ലൊക്കേഷനിൽ വെച്ച് തന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കല്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചോ, നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ തന്നെ ഇന്നസെന്റ് ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞു മിനു ഒരു കാര്യം ചെയ്യുക, ഇന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു. അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചു മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, ആഹാ ഞാൻ അറിയാതെ അങ്ങോട്ടങ്ങ് നുഴഞ്ഞ് അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല. അപ്പം ഞാൻ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അപ്പോൾ പറഞ്ഞു ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ് ചേട്ടൻ. അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്റെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരാ താഴെ വന്നു. അപ്പം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് വിസ് വെരി ജെന്യൂൻ പേഴ്സൺ ഹി വാസ്. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആ പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പം ഞാൻ വെച്ചാൽ പുള്ളിക്കാരൻ്റെ അടുത്ത് ഷെയർ ചെയ്താലോ ഇത് ചെയ്ത്, കാരണം എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഇത്, ഇങ്ങനെയൊക്കെയാണ് ഫിലിം, നമുക്കങ്ങനെ തോന്നിയല്ലോ ഇതെന്താ സംഭവം അങ്ങനെ. അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മിനു ഞാൻ ഒരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ചെന്ത് പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു നോ, അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ, അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റ് വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം ഉണ്ടായത്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഈ 6 പേരുകളും ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ആൻഡ് വെർബൽ അബ്യൂസ് നടത്തിയതിനെ ഒരു പരാതിയായിട്ട് കേസായിട്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കണമല്ലോ. അതെങ്ങനെ ശരിയല്ല. കാരണം ഞാൻ ഓൾറെഡി ഇത് റിയാക്ട് ചെയ്ത് അന്നാരും രേവതി പറഞ്ഞ പോലെ തന്നെ അന്ന് തേഞ്ഞു മാഞ്ഞു പോയാലേ ആരും ഇതിനെപ്പറ്റി അനങ്ങിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും പുതിയ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു അവസരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ളവർ നമ്മൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിപ്പോയി, ബിറ്റർ എക്സ്പീരിയൻസ്, അതിന് മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് നമ്മളെ
പോലുള്ളവർ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു കേരളത്തിനെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു മലയാളം ഫീൽഡ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളം ഫീൽഡ് ഭയങ്കര ഡ്രഗ്സ് ആണ് അല്ലേ, നല്ലൊരു ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ നല്ലൊരു ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ളവരൊക്കെ. ഇതിപ്പോ ഫേസ്ബുക്ക് പോയിട്ട് വന്നതിന് ശേഷം ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ വിളിക്കുകയോ സ്വാധീനിക്കുകയോ മാറ്റണം അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പൊ ഫോണൊക്കെ സൈലന്റ് ആക്കിയിട്ടാണ് കിടന്നത്. എന്നിട്ടിപ്പോ ഏഷ്യാനെറ്റ് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് തന്നെ. അത് വേറൊരു ഫോൺ കോളാണ്, ഫേസ്ബുക്കിലിട്ട് അത് സൈലന്റ് ആക്കാൻ മറന്നുപോയി. അല്ലെ അപ്പൊ അങ്ങനെയാണ്. അതിലെ നിങ്ങളൊക്കെ വിളിച്ചെന്ന് തോന്നുന്നു. ഇല്ല, പോലീസിലൊന്നും പോയില്ല അന്ന്. ഇനി പോകും, തീർച്ചയായിട്ടും പരാതി കൊടുക്കും. 6 പേർക്കെതിരെയും കൊടുക്കും. ഇനി അവർ ഒരിക്കലും അവരെ കണ്ട് ഇനിയുള്ളവരും ഇങ്ങനെ ഇതൊരു വലിയ പ്രശ്നമാണ് അവരറിയണം. അവർക്കെല്ലാവർക്കും ഒരു പാഠമുകളാകട്ടെ. ഇനി ഇങ്ങനൊരു സംഭവം നമ്മുടെ കേരള ഫിലിം ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡ് നടക്കരുത്. ഒരു പെണ്ണ് കംപ്ലൈന്റ് കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പണി കിട്ടും എന്നുള്ളത് തിരിച്ചറിയുന്നത് കൊണ്ട് വേണം. കാരണം ഞാനും ഒരു മോളുടെ അമ്മ